സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ വികാരി അച്ഛൻ എല്ലാം അങ്ങ് വരെ ബെഞ്ചിലെ ആൾക്കാർ ഇരിക്കുക. കൈമുത്തിന് മുന്നുള്ള പ്രസംഗമാണ്. അപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് പറഞ്ഞു, അതെ ഇപ്പം നോക്കണ്ട കേട്ടോ, പുറകിലത്തെ ബെഞ്ചെന്ന് മുന്നോട്ട് വരുമ്പം മൂന്നാമത്തെ ബെഞ്ചിൽ പച്ച സാരി കണ്ടോ? കണ്ടച്ചാ പച്ച സാരി കണ്ടു. അതെ തലക്കലത്തെ ബെഞ്ചെന്ന് പുറകോട്ട് പോവും, മൂന്നാമത്തെ ബെഞ്ച് കണ്ടു. ചുമല ചുരിദാറ് കണ്ടോ? നോക്കാച്ചാ നോക്കാം, ഞാൻ കണ്ടച്ചാ കണ്ടു. ചുമല ചുരിദാർ പച്ച സാരി. അമ്മായിമേ മരുമോളുവാ. അതെ അവർ 2 കഞ്ഞിയാ വീട്ടില്. മേളത്തെ നിലയിലും മരുമോള്, താഴത്തെ നിലയിൽ അമ്മായിമ ഒറ്റയ്ക്ക്. അമ്മായിമ ഉണ്ടാക്കുന്ന മരുമോള് കഴിക്കില്ല, മരുമോള് ഉണ്ടാക്കുന്ന അമ്മായിമ കഴിക്കില്ല. അമ്മായിമോട് മരുമോള് മിണ്ടത്തില്ല, മരുമോളോട് അമ്മായിമ മിണ്ടത്തില്ല. കൊച്ചുമക്കൾ പോലും അമ്മയുടെ കയ്യിൽ നിന്ന് 1 ഉരുള ചോറ് വാങ്ങിക്കാൻ മരുമോള് സമ്മതിക്കില്ല. 2ഉം പള്ളി വന്നിരിക്കുക. നല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവും ഇല്ല. സ്വന്തം വീട്ടിൽ മാതാപിതാക്കളോട് ക്ഷമിക്കാതെ തമ്പുരാൻ്റെ മുന്നിൽ വന്നിരുന്നാൽ തമ്പുരാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ നടക്കില്ല അതൊന്നും. ആദ്യം ചെയ്യേണ്ടത് സ്വന്തം വീട്ടിലുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാതെ തമ്പുരാൻ എങ്ങനെ നമ്മളോട് ക്ഷമിക്കുന്നേ? മനസ്സിലാവുന്നുണ്ടോ? പല വീടുകളിൽ 4 കഞ്ഞി വരെ വെക്കുന്ന വീടുകളാണ് വരുന്നത് ഇപ്പം. കാരണം ഈ ഇൻഡക്ഷൻ കുക്കർ എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഇറങ്ങി. കാരണം ബെഡ്റൂമിൽ കഞ്ഞി വെക്കാം. അതെ, പ്രഷർ കുക്കർ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ട് അതിനിപ്പോൾ അടുപ്പൊന്നും കൂട്ടണ്ടല്ലോ. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, ആത്മീയത എന്ന് പറയുന്നത് പ്രാർത്ഥനയും വഴിപാടും ഒന്നും അല്ല, നമ്മുടെ ജീവിതമാണ്. അതുകൊണ്ട് ഒരാത്മപരിശോധന, ജീവിതം ക്രമീകരിക്കണം. പിള്ളേരോട് ഞാൻ പറയുന്നതാണ്, ആത്മീയതയിൽ വളരുന്ന ഒരു കുഞ്ഞ് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പഠിക്കാൻ പോയാലും ജോലിക്ക് പോയാലും അവൻ ഒരിക്കലും വഴിപിഴയ്ക്കാനാവില്ല. ഞാൻ വിശ്വസിക്കുന്നു അതെ ഞാനത് വിശ്വസിക്കുന്നു. എനിക്കറിയാം, ഞാൻ ഈ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നയാളാണ്. എന്തോരം നല്ല പിള്ളേരെ ഞാൻ കാണാറുണ്ട്. എന്തോരം നല്ല പിള്ളേർ. ഇവിടുന്ന് എവിടെ പോയാലും അവിടെ ചെന്ന് നോക്കും, യൂത്ത് സംഘടനയുണ്ടോ, ഓർത്തഡോക്സ് പള്ളിയുണ്ടോ, അംഗത്വം എടുക്കാവോ. ആദ്യം അവരത് തപ്പും. അതെ, അവരെ വളർത്തി വിടണം. പക്ഷെ ഇപ്പം അങ്ങനൊന്നും അല്ല. സാത്താൻ സേവയും ഓജോ ബോർഡും എനിക്ക് വരുന്ന ചെറുപ്പക്കാരൊക്കെ തലയോട്ടി വെച്ചും എല്ലും കഷ്ണം വെച്ചും പൂജിക്കുന്ന പിള്ളേരുടെ കേസുകൾ പോലും ഞാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആത്മീയതയൊന്നും അല്ല പിള്ളേരുടെ. അതുകൊണ്ട് നിങ്ങളറിയണം നമ്മുടെ മക്കൾക്ക് ആത്മീയതയുണ്ടോ. 3ാമത്തേത് മനസ്സാണ്. ഈയിടെ ഒരു ജേർണലിൽ ഞാൻ വായിച്ചു, ഇന്ത്യയിൽ മാനസിക രോഗികളുടെ എണ്ണം ഭയാനകമായി കൂടുന്നു. അവരുടെ കണക്കനുസരിച്ച് കേരളത്തിൽ 5 വീട്ടിലൊരാൾക്ക് വട്ടുണ്ടെന്നാണ്. ഈ ഇടവകയിൽ എത്ര വീട്ടുകാരുണ്ടോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നെൽസൺ അച്ഛന് സ്വന്തമായിട്ട് അത്രയും വട്ടന്മാരോ വട്ടികളോ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതെ അല്ലെ, ശരിക്കും നമുക്ക് ശകലം കുഴപ്പമില്ലേ? ചിലപ്പോൾ അമ്മ പറയാറില്ലേ, എനിക്ക് വട്ട് കയറി നിൽക്കുക, പോന്നുണ്ടോടി അവിടെ പറയാറില്ല. പപ്പയോട് പറയല്ലേ, പോ മനുഷ്യനെ വട്ട് പിടിച്ച് നിൽക്കുമ്പോഴാണ് എല്ലാവരും പറയാറുള്ളതാ. അതെ, ശകലം വട്ടമുണ്ടല്ലേ. അതെ, വേറൊരു കണക്കുണ്ട്, അമേരിക്കയിൽ 5 സ്ത്രീകളിൽ ഒരാൾക്ക് വട്ടുണ്ടെന്ന്. നേരാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വേറെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. മനുഷ്യന് ശരീരവും മനസ്സും ആത്മാവും ബാലൻസ്ഡ് ആകണം. ശരീരവും മനസ്സും ആത്മാവും ബാലൻസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് 6 വിഷയം പഠിക്കാനുണ്ടെന്ന് വെച്ചു. 5 വിഷയത്തിന് 100ൽ 100, ഒരു വിഷയത്തിന് 0. നമ്മൾ ജയിക്കുമോ? ജയിക്കില്ല. 6 വിഷയത്തിന് പാസ് കിട്ടണം. ഫുള്ള് കിട്ടുമൊന്നും വേണ്ട, പാസ് മാർക്ക് കിട്ടിയാൽ നമ്മൾ ജയിക്കും. അതുകൊണ്ട് ഏത് വിഷയത്തിലാണ് നമ്മൾ പിറകിലെന്ന് ആലോചിച്ച് നോക്കുക. ഇനി ഒരു കുട്ടികളെക്കുറിച്ച് ഇച്ചിരി പറഞ്ഞോട്ടെ. കുട്ടികളുടെ വളർച്ചയിൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. പേഴ്സണാലിറ്റി പാരമ്പര്യമായിട്ടും സാഹചര്യങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഒരു കുട്ടിയുടെ വളർച്ചയിൽ ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെയാണ് വളർച്ച പോകുന്നത്. അറിയാമല്ലോ, ശൈശവം എപ്പോൾ മുതൽ എപ്പോൾ വരാമെന്നറിയാമോ? ജനിക്കുമ്പോൾ തുടങ്ങി 4 വയസ്സ് വരെയുള്ള സമയത്തെയാണ് ശൈശവം എന്ന് പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ 4 വയസ്സ് വരെയുള്ള സമയം. ഈ സമയം നമുക്കറിയാം, നമ്മുടെ അമ്മ നമ്മളെ വയറ്റിലിട്ട് ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ച് മുലപ്പാൽ തന്ന് അപ്പികോരി മൂത്രം കോരി നെഞ്ചോട് ചേർത്ത് വെച്ച് അസുഖങ്ങൾ വന്നപ്പോൾ ആശുപത്രി വരാന്തകളിലൂടെ ഉറക്കളിച്ച് നടന്ന് പാല് അല്ലെങ്കിൽ എന്താ പറയുക കുറുക്കൊക്കെ വായിക്കകത്തോട്ട് മൂക്കെ പിടിച്ചൊഴിച്ച് തന്ന് കഷ്ടപ്പെട്ടാണ് വളർത്തിയതാണല്ലോ. ആണോ? അതോ നിങ്ങളുണ്ടായപ്പോഴേ ഇത്ര ഉണ്ടായിരുന്നോ? ഇത്രയായിട്ടാണോ പ്രസവിച്ചത്? അല്ല, അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. എന്നിട്ടാണോ ഇടയ്ക്ക് അമ്മയോട് പറയുന്നത്, അല്ലെങ്കിൽ എനിക്കറിയാം അമ്മയ്ക്ക് ഇപ്പം എന്നോടല്ല ഇഷ്ടം പറയാറില്ലേ? അമ്മയ്ക്ക് അവനോടാ ഇഷ്ടം.
അമ്മയ്ക്ക് അവളോടാ ഇഷ്ടം. നിങ്ങൾ പറയാറില്ല ഇങ്ങനെ? എന്നാൽ അങ്ങനെ അല്ല, നിങ്ങളെ അങ്ങനെ തന്നെയാണ് വളർത്തിയത് കേട്ടോ. അപ്പോൾ 4 വയസ്സ് വരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉറപ്പാണോ? വരവ് വെക്കാവോ? മാതാപിതാക്കൾ നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 4 വയസ്സ് വരെയാണ് ഒരു മനുഷ്യൻ്റെ തലച്ചോറ് ഏറ്റവും ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ 4 വയസ്സ് വരെ കൊണ്ട് നമ്മുടെ ബ്രെയിനിൻ്റെ 95% ഡെവലപ്മെൻറ്റ്സും അതിൻ്റെ വളർച്ച പൂർത്തിയാക്കും. നമ്മൾ ഭാവിയിൽ ആരായി തീരുമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് 4 വയസ്സിന് മുമ്പെയാണ്. അത് കഴിഞ്ഞ് കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല. ഈ 4 വയസ്സ് വരെ നമ്മൾ നമ്മുടെ വീട്ടിൽ മാതാപിതാക്കളുടെ കൂടെയാണ് വളർന്നത്, ആണല്ലോ? അതെ. അപ്പം നന്ദി വേണം. എന്നാ വേണ്ടത്? നന്ദി. ഇടയ്ക്കിടയ്ക്ക് പറയണം, താങ്ക് യു അമ്മ, താങ്ക് യു അപ്പ. 4 വയസ്സ് നമ്മളെ വളർത്തിയില്ലേ. ഇനി 4 വയസ്സ് കഴിഞ്ഞ് 5 മുതൽ 10 വരെയുള്ള സമയത്ത് ബാല്യം എന്നാണ് വിളിക്കുക. ബാല്യം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയ സമയമാണ്. ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കയ്യെ പിടിച്ച് സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നു, അല്ലേ? ഒന്നുകിൽ അമ്മ, അപ്പൻ, അല്ലേ ആരെങ്കിലും. അതുപോലെ തന്നെ നമുക്കവർ എന്താ പറയുക, ഹോംവർക്ക് ചെയ്തു തന്നു, ശരിയല്ലേ? കൈ കഴിക്കുന്നെന്ന് പറയുമ്പോൾ അമ്മയല്ലേ ബാക്കി. അതെ, ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ വരയ്ക്കുമ്പോൾ പറയാം എൻ്റെ കൈ കഴിക്കുന്നു, അപ്പോൾ ഞാൻ വരച്ചേക്കാമെന്ന് പറയും. അവൻ വരയ്ക്കും. ഇപ്പോൾ എനിക്ക് UKG കാരനടുത്തുണ്ട്, അവനെ 1ാം ക്ലാസ്സിൽ ചേർക്കാൻ പോവുക. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അവനിങ്ങനെ അക്ഷരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അവന് വേറെ സ്ഥലത്താണ്, എറണാകുളത്താണ്. അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കാൻ വന്ന സമയത്ത് അവനെ ഞാൻ മലയാളം പഠിപ്പിക്കുക. റാ പഠിപ്പിച്ചു. റാ ഒരു അത്ഭുതമെന്ന് ഞാൻ അവനെ പഠിപ്പിച്ചു. റാ കൊണ്ട് വായ ഉണ്ടാക്കാം, താഴെ ഉണ്ടാക്കാം, പായ ഉണ്ടാക്കാം, നായ ഉണ്ടാക്കാം, അങ്ങനെ ഞാൻ പഠിപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അവനെ ചർച്ചിൻ്റെ സ്പെല്ലിങ് പഠിപ്പിച്ചു. ചർച്ച് CHURCH ആണ്. നമ്മൾ ഈശോയുടെയാണ്, ഈശോയുടെ കുഞ്ഞാണ്. ഈ കഥയാണ് ഇന്ന് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ ഗ്രാൻഡ്മ ഇന്ന് ഇതാണ് പഠിപ്പിച്ചത്. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, താങ്ക് യു അമ്മ, ഈ ഒരു ജീവിതം മുഴുവൻ ഇരുന്നാൽ ഈ കഥ എനിക്ക് പഠിക്കാൻ എനിക്കറിയില്ല അമ്മ, പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചെ, ഞാനിത് 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഞാൻ കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഏതോ കന്യാസ്ത്രീ പറഞ്ഞു തന്നാ. അത് അന്ന് എൻ്റെ തലയിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഇതിപ്പോൾ ഞാൻ പഠിച്ചതൊന്നുമല്ല. ഇത് ഞാൻ പഠിച്ച സൈക്കോളജിയിലൊന്നും പഠിച്ചതൊന്നുമല്ല. 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പം ഏതോ ഒരു കന്യാസ്ത്രീ പറഞ്ഞു തന്ന എൻ്റെ തലയിൽ കിടന്നത് ഞാൻ നിൻ്റെ മോന് കൊടുത്തു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് CHURCH കിട്ടിയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുട്ടിയുടെ വളർച്ചയിൽ 17-18 വയസ്സ് കഴിഞ്ഞാണ് കുട്ടികളുടെ കേസുകൾ വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് 1ാം ക്ലാസ് മുതൽ കേസുണ്ട്. ഒരു രസം കേൾക്കണം. ഈയിടെ എനിക്കൊരു കേസ് വന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കുഴപ്പമുണ്ടോ? പറ. കുഴപ്പമില്ല. പിന്നെ എത്രാം ക്ലാസ് മുതലാ കുഴപ്പം? എത്രാം ക്ലാസ്സാ? 8ാം ക്ലാസ്. 8ാം ക്ലാസ് വരെ കൊടുക്കാം. എനിവേ പിന്നെ ഈ പെങ്കൊച്ച് കിടന്ന് കരഞ്ഞു. കേസ് ടീച്ചറിൻ്റെ ടേബിളിലെത്തി. ടീച്ചർ വിളിച്ചു, എന്നാടി മോങ്ങുന്നോന്ന് ചോദിച്ചു. ഈ ചെറുക്കൻ എനിക്ക് ഉമ്മ വന്നെന്ന് പറഞ്ഞു. ടീച്ചർ ഒരു നിമിഷം ആലോചിച്ചു. നിൻ്റെ അപ്പൻ നിനക്ക് ഉമ്മ തരാറില്ലേ? ഉണ്ട്. നിൻ്റെ അപ്പന് സഹോദരന്മാരുണ്ടോ? പപ്പായി കൊച്ചുപാപ്പി ഉണ്ട്. ഉമ്മ തരാറുണ്ടോ കൊച്ചുപാപ്പി? ഉണ്ട്. നിനക്ക് അമ്മയ്ക്ക് ആങ്ങളമാരുണ്ടോ? ഉണ്ട്. ഡെന്നിയങ്കിൾ ഉമ്മ വന്നിട്ടുണ്ടോ? ഉണ്ട്. നിനക്ക് നിൻ്റെ ചേട്ടൻ അറിഞ്ഞില്ലേടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അവന് ഉമ്മ തരാമല്ലോ? ഉണ്ട്. ടീച്ചർ ഇങ്ങനെ കുറേ ആണുങ്ങളുടെ എല്ലാം കാര്യം ചോദിച്ചു പറഞ്ഞു, ഇവരൊക്കെ ഉമ്മ വന്നിട്ടില്ല, അത്രയും ഒരു ഉമ്മ എളുപ്പമായിരിക്കടി അവിടെ നിന്ന് പറഞ്ഞു. ടീച്ചർ കേസ് തീർത്ത് വിട്ടു. പക്ഷെ പോയ വഴിക്ക് ഈ ചെറുക്കൻ ഈ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് 5-6 ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് ടീച്ചറിൻ്റെ അടുത്തെങ്ങാനും പറഞ്ഞാൽ നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുപോയി കെട്ടു എന്ന് പറഞ്ഞു. പെണ്ണ് കിടന്ന് ഭയങ്കര കരച്ചിൽ. കേസ് വീണ്ടും ടീച്ചറിൻ്റെ ടേബിളിലെത്തി. ടീച്ചർ വിളിച്ചു, നീ എന്താടി നീ മോങ്ങുന്നോ? നീ ചോദിച്ചു. ടീച്ചർക്ക് എന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടു. ടീച്ചർ അവസാനം ചോദിച്ചു, അവൻ തലേദിവസം ഏഷ്യാനെറ്റിൽ ഒരു സിനിമ ഉണ്ട്, നമ്മുടെ മോഹൻലാലും ശ്രീനിവാസനും കൂടെ ഉർവശിയെ പായ്ക്കകത്ത് തീർത്തുകൊണ്ട് പോകുന്ന ഒരു മിഥുന സിനിമയ്ക്കകത്ത്. അവൻ തലേദിവസം കണ്ട സിനിമയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു വെച്ചെന്നാ, ഇവിടെ എനിക്കിഷ്ടമാണ്. 1ാം ക്ലാസ്സാ. വേറെ വന്ന ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന ചെറുക്കൻ, അല്ല പെണ്ണ്, 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുക്കൻ എഴുതിയ ഒരു പ്രണയലേഖനോ, ഞാനത് എന്നും വായിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്. ആരും അത്രയൊരെണ്ണം എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്റ്റോയ്ക്ക്, ക്രിസ്റ്റോ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അടുത്ത ലൈൻ, ഒത്തിരി
കുത്തു 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 കുത്ത്. അടുത്ത ലൈൻ ഒത്തിരി ഒത്തിരി, പിന്നെയും ക്രിസ്റ്റോ, നീ ഒരിക്കലെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്ത ലൈൻ പക്ഷേ. അടുത്ത ലൈൻ ക്രിസ്റ്റോ, നീ വന്നില്ല, നീ എന്നോടൊന്നും പറഞ്ഞില്ല. ഈ കത്ത് കിട്ടിയാടൻ ക്രിസ്റ്റോ, നീ എൻ്റെ ക്ലാസ്സിൽ വരണം, എന്നോട് പറയണം ഐ ലവ് യു. എല്ലാ ലൈനിൻ്റെ ആദ്യത്തെ അക്ഷരം സ്കെച്ച് പെൻ വെച്ച് നല്ല തിക്കായിട്ട് ചുമല പച്ച നീല മഞ്ഞ ഡെക്കറേറ്റഡ് ലെറ്ററാണ്. എന്നിട്ട് അവൾ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു 100 times ഐ ലവ് യു, 1000 times, 20,000, 30,000, 40,000, 1 lakh വരെ ഐ ലവ് യു എന്ന ദിവ്യ ഒപ്പ്. ഇത് ഇവളുടെ കൂട്ടുകാരിയുടെ കൊടുത്തു, ക്രിസ്റ്റോയ്ക്ക് കൊടുക്കാം. പക്ഷെ കൂട്ടുകാരിക്ക് അന്ന് പരുവത്തിന് കൊടുക്കാൻ പറ്റിയില്ല. അവളത് ചുമന്ന് കെട്ടി വീട്ടിൽ കൊണ്ടുപോയി. അമ്മ ചോറ്റുപാത്രം എടുക്കാൻ ബാഗ് തുറക്കുക, അമ്മയുടെ കയ്യിൽ കിട്ടി. അമ്മ ഇവക്കൂട്ട് 2 പൊട്ടീര് കൊടുത്തിട്ട് ഇത് ചുമന്ന് കെട്ടി പിറ്റേ ദിവസം രാവിലെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് വന്നു. ഒരു കന്യാസ്ത്രീയാണ് പ്രിൻസിപ്പൽ, ചങ്ങനാശ്ശേരി ഒരു സ്കൂളിലെയാണ്. സിസ്റ്റർ എന്നെ വിളിച്ച്, ഗ്രേസ് അവിടെ ഉണ്ടോ? ഉണ്ട്. അതെ, ഒരു കാന്താരി പോലൊരു സാധനവും അതിൻ്റെ അപ്പനും അമ്മയും കൂടെ ഞാൻ വിളിപ്പിച്ച് അങ്ങോട്ടൊന്ന് വിടാം, എനിക്കറിയില്ല ഇതിനോടൊക്കെ എന്നാ പറയണമെന്ന്. ഗ്രേസ് ഒരു കൗൺസിലിംഗ് ഒന്ന് കൊടുത്തു വിടാവോ? ഇത് ഇത്രയുള്ള കൊച്ചാണ്, അവിടെ മനസ്സിൽ ഇത്ര പ്രണയം ഇവിടുന്നാ വരുന്നത്. ഇതൊന്നൊന്നുമല്ല, ഇങ്ങനെ കുറേ കേസുകൾ. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന മാതാപിതാക്കളുടെ അറിവിൽ, പിള്ളേരുടെ അറിവിൽ ഒരു കാര്യം, പണ്ട് ഒരു കുട്ടിയിൽ കൗമാരത്തിൽ തോന്നിയിരുന്നത് ഇന്ന് നിങ്ങൾക്ക് ബാല്യത്തിൽ തന്നെ തോന്നുന്നു. ഓക്കെ, ഇന്ന് കൗമാരം തുടങ്ങുന്നത് നേരത്തെയാണ്. പണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്ത് 13 to 19 എന്ന് പറയുന്ന സമയത്ത് ടീനേജ് എന്ന് വിളിച്ചിരുന്നു. കേട്ടിട്ടുണ്ടോ? 13, 14, 15, 16, 17, 18, 19 ടീനേജ്. ഇപ്പം അത് നിർത്തലാക്കി. ഞാനല്ല നിർത്തലാക്കിയത്, സായിപ്പ്. എന്നിട്ട് സായിപ്പ് ഇപ്പം പറയുന്നത് 11 to 21, 11 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അഡോളസൻ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു പീരീഡാണ് നിങ്ങൾക്ക് കിട്ടിയോ. 11 to 11 മുതൽ 21 വരെ ഒറ്റ പീരീഡാണ്. ആ 11 മുതൽ 21 വരെ ആക്കാൻ കാരണം, ഇന്നൊരു കുട്ടിയിൽ ആണും പെണ്ണുമായി മാറാനായിട്ട് അവൻ്റെ രക്തത്തിൽ കലർന്ന് പ്രവർത്തിക്കുന്ന ഹോർമോണുകൾ സജ്ജമാകുന്നത് പെൺകുട്ടികളിൽ 9, 10 വയസ്സ് മുതലെന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ് മുതലും, ആൺകുട്ടിയിലത് 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലുമാണ്. ഇത്രയും പിടി കിട്ടിയോ? പെൺകുട്ടികളാണ് നിങ്ങളെക്കാൾ നേരത്തെ പക്വതയിലെത്തുന്നത്. നമ്മുടെ കുഴപ്പമില്ല. ഈ തലച്ചോറിൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. മാസ്റ്റർ ഗ്ലാൻഡാണ് പിറ്റ്യൂട്ടറി. ഈ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആൺകുട്ടികളിൽ ടെസ്റ്റസ്ട്രോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണും പെൺകുട്ടികളിൽ ഈസ്ട്രജൻ എന്നും പ്രൊജസ്ട്രോൺ എന്ന 2 ഹോർമോണുകളും പ്രൊഡ്യൂസ് ചെയ്യും. അവർക്കൊന്നേ ഉള്ളൂ, നമുക്ക് 2 ഉണ്ട്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇത്രയും പിടി കിട്ടിയോ? അവർക്കൊന്നേ ഉള്ളൂ. ആ പേര് ഓർത്തില്ലല്ലേ, അതാണ് സാധനം 2. അപ്പോൾ ആൺകുട്ടികളിൽ ഈ ടെസ്റ്റസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്താൽ ഒരു സ്റ്റോപ്പില്ല. അത് 75 വയസ്സ് വരെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയും കിട്ടിയോ? ഇടയ്ക്ക് സ്റ്റോപ്പില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്ക് 2 ഹോർമോൺ ഉണ്ട്, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. അത് മാറിയാണ് പ്രവർത്തിക്കുന്നത്. ചില ദിവസം നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ലെവൽ കൂടുതലാണ്, ചില പ്രത്യേക സമയങ്ങളിൽ പ്രൊജസ്ട്രോൺ ആണ് പ്രവർത്തിക്കുക. ഇനിയും മനസ്സിലാക്കേണ്ടത്, ആൺകുട്ടികളിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ 3-4 വർഷം മുമ്പേ നമ്മളിലാണ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്രയും കിട്ടിയോ? അതായത് അവർ നമ്മളെക്കാൾ 3 വയസ്സ് താഴെയാണ്. പിടി കിട്ടിയോ? അതുകൊണ്ടാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഏർക്കന്മാരെ പ്രേമിക്കരുതെന്ന് പറഞ്ഞ്. പിടി കിട്ടിയോ? അതായത് +2 പഠിക്കുന്ന ഒരു ചെറുക്കൻ 7ാം ക്ലാസ്സിൻ്റെ വാതിക്കലാണ് നിൽക്കേണ്ടത്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തേച്ച് പോവുകയാണോ എന്ന് ചോദിക്കല്ലേ, ഉള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾക്കും വല്ല മനസ്സിലായോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സ് താഴെയായി ഇവർ. മാച്ചാകുകയില്ല. കെട്ടിക്കഴിഞ്ഞാലും തലവേദനയാണ്. അതിപ്പോൾ അറിയണ്ട, പിന്നെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആൺകുട്ടികളാണ് നേരത്തെ പക്വതയിലെത്തുക, പെൺകുട്ടികൾ പിറകെയാണ്. ഇനി ഇതിൻ്റെ 3 കാരണം, എല്ലാം ഒന്നും പറയാൻ എനിക്ക് സമയമില്ല, എൻ്റെ സമയം വളരെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. 3 കാരണങ്ങൾ. 1, നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ വന്ന മാറ്റം. 2, ഇവർ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യത്തിൽ വന്ന മാറ്റം. 3, ഇവരുടെ വസ്ത്രധാരണത്തിൽ വന്ന മാറ്റം ഇവരിൽ ഇമോഷണൽ ചേഞ്ചസ് വരാൻ കാരണമായിരിക്കുന്നു. അത്രയും മാതാപിതാക്കൾ വിചാരിക്കുക പണ്ട് നമ്മൾ നിന്ന കപ്പയും കഞ്ഞിയും ചക്കയും ഒന്നും അല്ല പിള്ളേർ കഴിക്കുന്നത്, അവർക്ക്
അവർക്ക് ബാർബിക്യൂവും അറിയാമല്ലോ, അവർക്ക് ഇഷ്ടം, അവരുടെ ഇഷ്ടം വേറെ സാധനങ്ങളാണ്. നൂഡിൽസും മാഗി നൂഡിൽസും അവർ കഴിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന കെമിക്കൽസ്, ടേസ്റ്റ് മേക്കേഴ്സ്, മയോണീസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ബാർബിക്യൂ ഒക്കെ ഇറ്റാലിയൻ സോസസ്, ഇമ്പോർട്ട് ചെയ്യുന്ന സോസസ് അതെ പുരട്ടുന്നത്, ആ മണവും ഒക്കെയാണ് പിള്ളേരെ ആകർഷിക്കുന്നത്. അത് ഈ കുട്ടികളിൽ നേരത്തെ കെമിക്കൽ ചേഞ്ചസ് വരാൻ കാരണമാകുന്നു. മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഭാഗമാണ്, നിങ്ങളും മനസ്സിലാക്കേണ്ട ഭാഗമാണ്. മനുഷ്യ ശരീരത്തിൽ 4-5 കെമിക്കലുകളുണ്ട്: സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ലീഥിയം. സോഡിയം ഇല്ലെങ്കിൽ നമ്മൾ തല ഇറങ്ങി താഴെ പോകും. കാൽസ്യം ഇല്ലെങ്കിൽ എല്ലും വല്ലതും ഒന്നും ശരിയാകത്തില്ല. അതുപോലെ സോഡിയം, പൊട്ടാസ്യം ഒക്കെ നമ്മുടെ മസ്കുലർ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇനി പ്രധാനപ്പെട്ട സാധനം ലീഥിയമാണ്. ലീഥിയം എന്ന് പറയുന്നത് തലച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലാണ്. ഒരു മനുഷ്യൻ്റെ മാനസിക ആരോഗ്യത്തെ നിർണ്ണയിക്കുന്ന കെമിക്കലാണ് ലീഥിയം. പിടി കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്ത് വരുന്ന ഒരാൾക്ക് വട്ടാണോ എന്നറിയാൻ കൊടുക്കുന്ന ബ്ലഡ് ടെസ്റ്റ് ലീഥിയം ടെസ്റ്റാണ്. ലീഥിയം ഇത്ര % കൂടിയാൽ വട്ടാകും. നമ്മുടെ പിള്ളേർക്ക് ഇപ്പോൾ ശകലം വട്ടമുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്നു, കണ്ടില്ലേ, പൊട്ടിത്തെറിക്കുന്നു, കസേര എടുത്തെറിയുന്നു, പേന ഓടിക്കുന്നു, ഭിത്തിക്കുട്ടിടിക്കുന്നു, സ്വിച്ചസ് ഇടിച്ച് പൊട്ടിക്കുന്നു, ഇതൊക്കെ കാണിക്കുകയല്ലേ ഈ പിള്ളേർ. നിലത്ത് കിടന്ന് ഉരുളുന്നു, നെഞ്ച തലയ്ക്കുന്നു. പിള്ളേർ കാണിക്കുന്ന ചില പണി കണ്ടാൽ ഭയങ്കര വട്ടാണെന്ന് തോന്നും. അപ്പം പിള്ളേരിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നതിൻ്റെ, ഇങ്ങനെയുള്ള വൈകാരിക മാറ്റം വരുന്നതിൻ്റെ കാരണം ഒന്ന്, അവരുടെ ഉള്ളിവിടിയിരിക്കെ ഞങ്ങളൊക്കെ അറിയില്ല, ഒന്ന് ചൂടാക്കട്ടെ, നേരത്തെ വെച്ചേച്ച് പോയതല്ലേ, ക്ലാസ് കഴിഞ്ഞ് വരും, ഒത്തിരി ലേറ്റായി. അപ്പോൾ ഇവർ ചൂടാക്കാൻ പോയപ്പോൾ അതിൽ ഒരു 4-5 വയസ്സുള്ള ഒരു പയ്യനകത്ത് പോയി ഒരു തോക്കെടുത്തുകൊണ്ട് വന്നു. അവൻ എന്നെ കുറേ നേരം ഇങ്ങനെയൊന്ന് നോക്കി, എന്നിട്ട് എന്നെ ഉന്നം വെച്ചിട്ട് എൻ്റെ നേരെ കുച്ചാന്ന് വെടിവെക്കാൻ തുടങ്ങി. ഞാൻ അവിടെ ഇങ്ങനെ തന്നെ ഇരുന്നു. ഞാൻ ചാകുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ ആ തോക്ക് തിരിച്ചു പിടിച്ച് വെടിവെച്ചിട്ടുണ്ട്. കാണുന്നതും കേൾക്കുന്നതും പിള്ളേരെ സ്വാധീനിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ, വസ്ത്രധാരണം. പിള്ളേർ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടേ എന്നും പറഞ്ഞ് ഇതിലെ എല്ലാവരും ഓർഡറാണ്. വസ്ത്രധാരണം മോശമാണ്, മോശമല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോഴേ എനിക്കും തോന്നാറുണ്ട്. ഈയിടെ ഒരു അമ്മ ഒരു പെണ്ണിനെ കൊണ്ട് കൗൺസിലിങ്ങിന് വന്നു. ഒരു കുഞ്ഞു വെറ്റിക്കോട്ട് പോലും സാധനം പെണ്ണിട്ടിട്ടുള്ളൂ. ഞാൻ ആ അമ്മേനെ തന്നെ എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വെറ്റിക്കോട്ട് ഊരി നിങ്ങളൊന്ന് ഇട്ട് നോക്കാൻ പറ. അല്ല, എങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പെൺകുട്ടികൾ ഒത്തിരിയേറെ ചൂഷണം ചെയ്യപ്പെടുന്നു. സ്വന്തം കുടുംബത്തിനുള്ളിൽ പോലും, സ്വന്തമെന്ന് കരുതുന്നവർ പോലും അവരെ ചൂഷണം ചെയ്യുന്നു. സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. ആൺകുട്ടികൾ സെക്ഷലി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൺകുട്ടികളുടെ കേസുകൾ ധാരാളമാണിപ്പോൾ, പഴയ പോലൊന്നും അല്ല. കാരണം ഇവിടെ ഒത്തിരിയേറെ ഹോമോസെക്ഷുവാലിറ്റി വളരുന്നു. ആണിനോടും പെണ്ണിനോടുമുള്ള പ്രണയം കൂടുന്നു. കുഞ്ഞുങ്ങളുടെ ഇടയിൽ, സ്കൂൾ കുട്ടികൾക്കിടയിൽ, കോളേജ് പിള്ളേർക്കിടയിൽ ഒക്കെ ഇത്തരം വൈകല്യങ്ങൾ കൂടുകയാണ്. അവരുടെ രീതികൾ അങ്ങനെയൊക്കെ. ഞാനിവിടെ ഒരു കോളേജിൽ ഒരു പരിപാടിക്ക് പോയതാണ്. പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, ഓഡിറ്റോറിയം ഇച്ചിരി അപ്പുറയാ, ഗ്രേസ് ലാലിന് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, എൻ്റെ കാലിന് വലിയ കുഴപ്പമൊന്നുമില്ല, നടക്കാം. അന്നേരം എന്നോട് നല്ല, നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ കോളേജിൻ്റെ പിറകിലൂടെ അങ്ങോട്ട് കയറാം, കാർ എടുത്ത് നമ്മൾ മെയിൻ റോഡ് കറങ്ങി വരണം. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് നടക്കാമല്ലോ. കുറച്ച് നടന്നപ്പോൾ സാർ എന്നോട് പറയുക കണ്ണടച്ചോളാൻ. ഞാൻ പറയും, സാറേ എനിക്ക് ഈ വഴി യാതൊരു പരിചയവും ഇല്ല, ഈ സാറിൻ്റെ ഉദ്ദേശം എന്നാന്ന് എനിക്കൊരു സംശയം. സാറേ ഞാൻ കണ്ണടക്കത്തില്ല, ഒരു ടീച്ചറുണ്ട് എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു ഞാൻ കണ്ണടക്കി. സാറ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്നാന്ന് എൻ്റെ അറിയാമോ? നമ്മൾ ചില ഈ സിനിമ കഥകളിലെ ലവ് സീനിനെ വെല്ലുന്ന പോലെ പിള്ളേരവിടെ ഇരിക്കുന്നത്. കെട്ടിപ്പിടിച്ചിരിക്കുന്നു, മടിയിൽ കിടക്കുന്നു, ചോറുരുള വാരിക്കൊടുക്കുന്നു. ദൈവമേ, ഞാൻ ചെന്നുപെട്ടത് എവിടെയാണ്? ഇത് വല്ല ഷൂട്ടിംഗ് ലൊക്കേഷനാണോ സാർ? അപ്പോൾ പറഞ്ഞു, ഗ്രേസ് നോട്ട് ചെയ്യ്. എന്നെ കണ്ടിട്ട് അവർ എഴുന്നേൽക്കുന്നില്ല. ഗ്രേസ് നോട്ട് ചെയ്യേണ്ടത് ഇതാണ്, പ്രസംഗിക്കേണ്ടത് ഇതാണ്. എന്നെ കണ്ടിട്ട് ആ ഇരിപ്പിരിക്കുന്ന പിള്ളേർ എഴുന്നേൽക്കുന്നില്ല. സംഭവം പിടികിട്ടിയോ? അതായത് കുട്ടികളോട്, പെൺകുട്ടികളോട് ഞാൻ പറയണ, ശരീരവും മനസ്സും വിശുദ്ധമായി സൂക്ഷിക്കുക. പുഴുക്കുത്തേൽക്കാതെ അതിൻ്റെ എല്ലാ മനോഹാരിതയോടും കൂടി സൂക്ഷിക്കുക. ആൺപെൺ സൗഹൃദങ്ങൾക്കൊരു വര വേണം, ഒരു പരിധി വേണം. അതിനപ്പുറത്തേക്ക് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ വിവാഹമോചനത്തിനെന്നും പറഞ്ഞ് കുടുംബക്കോടതി കിടക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോഴാ മനസ്സിലായെന്ന് പറയുന്നവർ ധാരാളം. അതുകൊണ്ട് ആരായാലും ശരി, അപ്പനായാലും കൊള്ളാം, ആങ്ങളെയായാലും കൊള്ളാം, കസിനായാലും കൊള്ളാം, ട്യൂഷൻ സാറായാലും കൊള്ളാം, കണ്ടക്ടറായാലും കൊള്ളാം, ഡ്രൈവറായാലും കൊള്ളാം, ആരായാലും കൊള്ളാം, ശരീരത്തിൽ തൊട്ട് സംസാരിക്കാൻ അനുവദിക്കേണ്ട. കാരണം ആണിൻ്റെ ലൈംഗികതയും പെണ്ണിൻ്റെ ലൈംഗികതയും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷന് സ്ത്രീയുടെ സാമീപ്യം മതിയാവും, വസ്ത്രധാരണം മതിയാവും, പെരുമാറ്റം മതിയാവും. പെട്ടെന്ന് പുരുഷൻ വികാരത്തിൻ്റെ തലത്തിലേക്ക് കടന്നു വരുന്നു. പെട്ടെന്ന് കാര്യം കാണണമെന്ന് അവന് നിർബന്ധമുണ്ട്. അവൻ എങ്ങനെയെങ്കിലും കാര്യം സാധിക്കും. എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചാലോ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ വളരെ പെട്ടെന്ന് പഴയ മനുഷ്യനാവാൻ സാധിക്കും. അതുകൊണ്ട് സൗഹൃദങ്ങൾ നല്ലതാണ്, വേണ്ടതൊന്നും ഞാൻ പറയില്ല. ബട്ട് അതിനൊരു വരയുണ്ടാവണം. അതുപോലെ തന്നെ ആൺപിള്ളേരോട് ഞാൻ പറയുക, ടീനേജ്
അല്ല, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് വന്ന ഈ സമയം തൊട്ട് ഒത്തിരിയേറെ വൈകല്യങ്ങൾ, കള്ള്, പെണ്ണ്, ഡ്രഗ് ഒക്കെ ആയിട്ട് മയക്കുമരുന്നിന് അടിമകളാകുന്ന പിള്ളേർ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ വളരെയേറെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിരിക്കുന്ന കേസുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. കള്ള്, പെണ്ണ്, ഡ്രഗ്, 3 ലഹരിയാണ്. നിങ്ങളെ കൊണ്ടേ പോകൂ. അതുകൊണ്ട് ബാല്യം മുതലേ സൂക്ഷിക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞ പഠിക്ക്. നിങ്ങളുടെ മെയിൻ ഡ്യൂട്ടി നിങ്ങൾ തന്നെ ഒരു സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. സ്വയം അനലൈസ്. ഹൂ ആം ഐ? ഞാൻ ആരാണ്? വാട്ട് ആം ഐ? ഞാൻ എന്താണ്? ഹൗ ആം ഐ? ഞാൻ എങ്ങനെയുണ്ട്? ആസ് എ സ്റ്റുഡൻറ്റ്, ആസ് എ ബോയ്, ആസ് എ ഗേൾ, ആസ് എ ഡോട്ടർ, ആസ് എ സൺ, ആസ് എ ബ്രദർ, സിസ്റ്റർ. നമ്മൾ ഒത്തിരി റോളുകളിലാണ് ജീവിക്കുന്നത്. ഹൗ ആം ഐ? ഞാൻ എങ്ങനെയുണ്ട്? അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ഇരുന്നൊന്ന് അനലൈസ് ചെയ്യുക. ഹൗ ആം ഐ? മാതാപിതാക്കൾക്കും ചെയ്യാം. ഹൗ ആം ഐ? ഞാൻ എങ്ങനെയുണ്ട്? നല്ല അമ്മയാണോ, നല്ല അപ്പനാണോ, നല്ല മനുഷ്യനാണോ? നിങ്ങൾ നോക്കി. ഇനി കുട്ടികളോട് ഞാൻ പറയുന്നത്, ഐ കനോട്ട് ചേഞ്ച് യു, ബട്ട് തന്നെത്താനെ മനസ്സിനോട് പറയണം, ഐ ക്യാൻ ചേഞ്ച്, ഐ മസ്റ്റ് ചേഞ്ച്, ഐ ഷുഡ് ചേഞ്ച്. മാറിയേ പറ്റൂ. മാറണം. അങ്ങനെ മാറിയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു നല്ല ഡിസയർ വേണം, നല്ല ഒരു ആഗ്രഹം. നല്ലത് ആഗ്രഹിക്കുക, നല്ലത് സംഭവിക്കുക, നല്ലതേ ആഗ്രഹിക്കൂ. മനഃശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട്. കഠിനമായ ആഗ്രഹത്തോടെ നിങ്ങളൊരു കാര്യം വേണമെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നിരിക്കും. ഓക്കെ? കഠിനമായ ആഗ്രഹത്തോടെ എനിക്ക് ഡോക്ടർ ആവണം, അല്ലെ എനിക്ക് IAS ആവണം, അല്ലെങ്കിൽ എനിക്കൊരു സോഷ്യൽ വർക്കർ ആവണം, കഠിനമായ ആഗ്രഹത്തോടെ നിങ്ങളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചോ, അത് നിങ്ങളുടെ കൈപ്പിടിയിൽ വരും. നല്ലത് ആഗ്രഹിക്കുക, നല്ലത് സംഭവിക്കും. നല്ലൊരു സ്വപ്നം ഉണ്ടായിരിക്കണം. ഡ്രീം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഉണർന്നിരുന്ന് കാണുന്ന സ്വപ്നങ്ങൾ. കണ്ണടച്ച് കിടക്കുമ്പോൾ പാമ്പ് കടിക്കാൻ വന്നത്, ഓട്ടോറിക്ഷ മറിഞ്ഞതും ബൈക്ക് ഇടിച്ചതൊന്നും അല്ല. കണ്ണു തുറന്നിരുന്ന് കാണുന്ന സ്വപ്നങ്ങൾ. അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ എല്ലാ കൗമാരക്കാരോട്, ചെറുപ്പക്കാരോടുള്ള പ്രസംഗങ്ങളിൽ പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കാണുക, നിങ്ങൾ സ്വപ്നം കാണണം. നല്ല നല്ല സ്വപ്നങ്ങൾ, നല്ല ജീവിതം. ഇന്ന് പഠിക്കുന്ന പിള്ളേരെ തേടി ജോലി ഇങ്ങോട്ട് വരുന്ന കാലമാണ്. പഠിക്കുന്ന പിള്ളേർ വിഷമിക്കണ്ട, ക്യാമ്പസിൽ വന്ന് നിങ്ങളെ പെറുക്കിക്കൊണ്ട് പോയിക്കോളും. വലിയ കമ്പനികൾ, നല്ല കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിഷമിക്കണ്ട. കാരണം ഞാൻ കേരളത്തിലെ തന്നെ മിക്കവാറും എല്ലാ കോളേജുകളിലും പോകുന്ന ആളാണ്. എനിക്കറിയാം. ഞാൻ ഈയിടെ കോതമംഗലത്തൊരു കോളേജിൽ എനിക്ക് 2-3 ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു. അവിടെ ഒരു ബികോംകാരൻ പയ്യന് ഒരു ജർമ്മൻ ബാങ്കിൽ അവനിപ്പോൾ ഒരു സെലക്ഷൻ കിട്ടിയതാണ്. 75,000 രൂപയാണ് സ്റ്റാർട്ടിങ്. 20 വയസ്സുള്ള പയ്യന്. അത് കഴിഞ്ഞ് പിന്നെ അവൻ MBA വല്ല എടുത്താൽ മതി. അപ്പം ഞാൻ പറയുന്ന, പഠിക്കുന്ന പിള്ളേർക്ക് ജോലി, ശമ്പളം ഒക്കെ കിട്ടും. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ നല്ലത് ആഗ്രഹിക്കുക, നല്ലത് സ്വപ്നം കാണുക. അതിനായിട്ട് നിങ്ങൾക്കൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം. നമ്മുടെ ജീവിതം മൗണ്ട് എവറസ്റ്റ് പോലെയാണ്. മൗണ്ട് എവറസ്റ്റ് ചാടിക്കയറാൻ പറ്റില്ല, കഷ്ടപ്പെട്ടേ കയറാൻ പറ്റത്തുള്ളൂ. ജീവിതം ഒരു ഹഡിൽസാണ്. ഹഡിൽസ് എന്ന് പറഞ്ഞാൽ തടസ്സ ഓട്ടം. ഓടിച്ചെന്ന് ചാടിക്കടന്ന് നമുക്ക് ലക്ഷ്യത്തിലെത്തണം. അമ്മ കാരണം, അപ്പൻ കാരണം, അപ്പൻ കള്ളു കുടിച്ചത് കാരണം, ആരുടെയും തലയിലോട്ട് വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം കളയരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. അത് സ്പോയിൽ ചെയ്യാൻ ആരെയും അനുവദിക്കരുത്, ആവശ്യമില്ലാത്ത ആരെയും.